അപ്പോൾ രുചിയിടങ്ങളൊക്കെ ഇങ്ങനെ തേടി തേടി നമ്മൾ ഇന്ന് എത്തി നിൽക്കുന്നത് നമ്മുടെ തിരുവനന്തപുരം നാലാഞ്ചിറ എന്ന് പറയുന്ന സ്ഥലത്താണ്. നാലാഞ്ചിറ നമ്മുടെ മാർ വാന്യൂസ് കോളേജ്, മാർ ബിസേലിയസ് കോളേജൊക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത്. നമ്മളോടൊപ്പം നമ്മുടെ സുന്ദരിക്കുട്ടി നവ്യക്കുട്ടി ഉണ്ട്. നമുക്ക് നവ്യക്കുട്ടിയെ സ്വാഗതം ചെയ്യാം ഷോയിലേക്ക്. നവ്യക്കുട്ടി, വെൽക്കം ടു ദ ഷോ. സുന്ദരിക്കുട്ടി എന്നൊക്കെ പറയുമ്പോൾ സൈഡിൽ നിന്നിട്ട് ഓക്കെ എന്നുള്ള രീതിയിൽ നിൽക്കുന്നുണ്ട്. അപ്പം നമ്മളുടെ നവ്യക്കുട്ടിയുടെ നല്ല ചിരിയാട്ടോ. അപ്പം അതേപോലെ ചിരി പോലെ തന്നെയാണ് നമ്മൾ നവ്യ ഉണ്ടാക്കുന്ന കേക്ക്സും കുക്കീസും വേറെ എന്തൊക്കെ ഉണ്ടാക്കാറുണ്ട്? പുഡിംഗ്. ഇന്ന് നമ്മൾ പുഡിംഗ് ആണല്ലേ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്ത് പുഡിങ്ങാണ് ചെയ്യുന്നത്? കോഫി കാരമൽ പുഡിംഗ്. കോഫി കാരമൽ പുഡിങ്ങാണ് ചെയ്യുന്നത്. ആളുടെ സൈഡിൽ നിൽക്കാനായിട്ട് എനിക്ക് കുറച്ചൊരു ഇതുണ്ട്. കാര്യം എന്താ അറിയോ, 3rd സ്റ്റാൻഡേർഡിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ ആള് ബേക്കിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തതാണ് ചേച്ചിയുടെ പ്രചോദനത്തിൽ അല്ലേ? ചേച്ചി ഉണ്ടാക്കിയ ഒരു ഐറ്റത്തിന്റെ പ്രചോദനത്തിൽ ബേക്കിംഗ് സ്റ്റാർട്ട് ചെയ്ത ആളാണ് നമ്മളുടെ നവ്യ. നവ്യയുടെ ഫുൾ നെയിം എന്താ? നവ്യ ബിനോയ്. നവ്യ ബിനോയ്. അപ്പയുടെ പേരാണ്? അപ്പയുടെ പേര്. ഓക്കെ. അമ്മയുടെ പേര് ഷൈനി. ഷൈനി. ചേച്ചിയുടെ പേര് നിക്കി. നിക്കി. ശരിക്കുള്ള പേര് നിക്കി. നിക്കി. ഓക്കെ, നിക്കി ബിനോയ്. നിക്കി ബിനോയ്. അപ്പൊ അപ്പയാണ് നമ്മുടെ ബിനോയ് ചേട്ടനാണ് ഫുൾ സപ്പോർട്ട് കാര്യങ്ങളും ഒക്കെ. ടേസ്റ്റ് ചെയ്തിട്ട് അഭിപ്രായം പറയലും. അതെ 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 അതെ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് പുഡിംഗ് എന്താണ് നമ്മുടെ കോഫി കാരമൽ പുഡിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. ഇൻഗ്രീഡിയൻസ് പറഞ്ഞിട്ട് നമുക്ക് ബാക്കി നമ്മളുടെ ബേക്ക് ഐലിനാണ് നമ്മളുടെ പേര്. നമ്മുടെ ബേക്കിംഗ് യൂണിറ്റിൻ്റെ പേര് ബേക്ക് ഐൽ എന്നാണ്. ശരി, അപ്പോൾ നമുക്ക് ഓരോ ഇൻഗ്രീഡിയൻസ് പറഞ്ഞിട്ട് ബേക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. എന്നൊക്കെയുണ്ട്? ബട്ടർ ഇരിപ്പുണ്ട്. ആദ്യം നമ്മൾ പുഡിംഗ് ഉണ്ടാക്കും. അത് കഴിഞ്ഞ് അതിൻ്റെ പുറത്തൊരു സോസ് ഉണ്ട്, അതുണ്ടാക്കും. ശരി, പുഡിംഗ് ഉണ്ട്, ഷുഗർ ഉണ്ട്, ജലാറ്റിൻ ഉണ്ട്, പിന്നെ കോഫി പൗഡർ ഉണ്ട്, ചൂട് വെള്ളമുണ്ട്, പിന്നെ ഫ്രഷ് ക്രീം ഉണ്ട്, കാരമലൈസ്ഡ് നട്ട്സ് പൊടിച്ചതാണ്. ഓക്കെ, അത് ഇവിടെ തന്നെ ചെയ്യുന്നതാണോ? അതെ അതെ, ഇവിടെ തന്നെ ചെയ്തത്. അല്ലല്ല, ചെയ്തെടുത്ത്. അതെങ്ങനെയാ ചെയ്യുന്നത്? അപ്പോൾ കാരമലൈസ് അത് ജസ്റ്റ് നമ്മൾ ഷുഗർ ഒന്ന് കാരമലൈസ് ചെയ്തിട്ട് അതിലേക്ക് നമ്മൾ കാഷ്യൂ നട്ട്സും ബദാമും ഒക്കെ നമുക്ക് എന്ത് നട്ട്സ് ആണോ ഇഷ്ടം അതിട്ടിട്ട് അതൊന്ന് ഒരു പ്ലാറ്റ്ഫോമിലേക്ക് അത് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് അതൊരു പ്ലാറ്റ്ഫോമിലേക്ക് ഒഴിച്ചിട്ട് അത് കട്ടയാവും. അപ്പോൾ ആ കട്ട എടുത്ത് നമ്മൾ മിക്സിക്കകത്തിട്ട് പൊടിച്ചാൽ മതി. ഓക്കെ, ഇതെല്ലാം നമ്മൾ യൂട്യൂബിലും ഇതൊക്കെ നോക്കിയാണോ പഠിച്ചത്? അതെ, യൂട്യൂബിൽ കണ്ട്. ബേക്കിംഗ് ക്ലാസ്സിൽ പോകാൻ വല്ല പ്ലാനും ഉണ്ടോ? ഇല്ല, ഇതുവരെ പോയിട്ടില്ല ബേക്കിംഗ് ക്ലാസ്സിനൊന്നും. എന്താണ് ആഗ്രഹം? എന്താണ്? ഇപ്പൊ 11th അല്ലേ? അതെ, ഇപ്പൊ 11th. ഏത് സബ്ജക്റ്റ് എടുത്തേക്കുന്നത്? ഇപ്പൊ കൊമേഴ്സ് ആണ്. എന്താണ് ഫ്യൂച്ചർ പ്ലാൻസ്? എനിക്ക് ഇതുപോലെ ഒരു കേക്ക് കട തുടങ്ങണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പം അതിന് BCom പോകാൻ ഇപ്പൊ പ്ലാൻ ഉണ്ട്. അങ്ങനെ കേക്ക് കട തുടങ്ങാൻ BCom പോകാൻ, അത് കഴിഞ്ഞ് MBA പോകാൻ പാരന്റ്സ് ഒക്കെ അതിന് സപ്പോർട്ടാണ്. ഓക്കെ, ശരി. എന്തായാലും പ്രൂവ് ചെയ്ത് കഴിഞ്ഞു അല്ലേ? ഇനിയിപ്പോൾ അവര് ബ്ലോക്ക് ചെയ്യാനായിട്ട് പോയില്ലായിരിക്കും. ശരി, തുടങ്ങാം. എന്താ ചെയ്യേണ്ടത്? ആദ്യം നമ്മൾ ജലാറ്റിനും വെള്ളവും കൂടെ മിക്സ് ചെയ്തൊന്ന് വെക്കാം സൈഡിലായിട്ട്. വെള്ളം, വെള്ളമുണ്ട്, ചൂടുവെള്ളം അല്ലേ? ചൂട് തിളപ്പിക്കുകയാണോ നമ്മൾ? ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ മതി. ഓക്കെ, അതിൽ നമ്മൾ ജലാറ്റിനിലേക്ക് എത്ര ക്വാണ്ടിറ്റി എന്നും കൂടെ പറയണം. അത് നമ്മൾ 3 ടേബിൾ സ്പൂൺ ജലാറ്റിൻ എടുത്തിട്ടുണ്ട്, 1/4 കപ്പ് വെള്ളം. ഓക്കെ, അപ്പോൾ അത് നമ്മൾ ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്യാനായിട്ട് വെച്ചേക്കാം. ഓക്കെ, മിക്സ് ചെയ്ത് ചെറുതായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് വെച്ച് വരുന്നുണ്ടല്ലോ. അതെ അതെ, കട്ടകളില്ലാതെ ഇളക്കി. നമ്മൾ പുഡിംഗ് ഉണ്ടാക്കുമ്പോൾ ജലാറ്റിൻ എന്തായാലും യൂസ് ചെയ്യണം അല്ലേ? കട്ടയാവാനായിട്ട്. ജലാറ്റിൻ അല്ലാണ്ട് ഇപ്പൊ അഗർ അങ്ങനെ അഗർ ചൈന ഗ്രാസ് ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. പുഡിങ്ങും ഒക്കെ നമ്മൾ കൊടുക്കുന്നുണ്ടോ? സെയിൽ പുഡിംഗ് അതെ ഉണ്ട്, സെയിൽ ചെയ്യുന്നുണ്ട്. വളരെ മിടുക്കി കുട്ടിയായിട്ട് പഠിത്തത്തിൽ എങ്ങനെയാണ്? പഠിത്തത്തിൽ വലിയ കുഴപ്പമില്ല, ആവറേജ് ആണ്. ഓക്കെ, എന്നാലും പഠിത്തവും നമ്മുടെ ബേക്കിങ്ങും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. 8th സ്റ്റാൻഡേർഡിൽ ആദ്യം ഒരു ഓർഡർ എടുത്ത് ആൻറ്റിക്ക് തന്നെ അല്ലേ? ആൻറ്റിക്ക് ഫസ്റ്റ് ഓർഡർ ചെയ്ത് കൊടുത്തു. പിന്നെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ റിലേറ്റീവ്സ് ഒക്കെ തന്നെ. ഇനിയിപ്പോൾ നമ്മളുടെ കൗമുദി ടിവിയുടെ പ്രേക്ഷകരും വന്നു തുടങ്ങും. ശരി, അപ്പോൾ നമ്മൾ എന്തായാലും ജലാറ്റിൻ സെറ്റ് ചെയ്ത് വെച്ചു. സൈഡിലോട്ട് വെച്ചു. ഇനി നമ്മൾ പാലൊന്ന് കുറച്ച് ചൂടാക്കണം, തിളപ്പിക്കണം പാല്. അതെ, തിളപ്പിക്കണം. അതിന് മുന്നായിട്ട് കുറച്ച് നമ്മൾ ചൂടായി കഴിയുമ്പോഴേക്കും ആ കോഫി പൗഡറിലേക്ക് ഇതിൽ നിന്ന് ഇച്ചിരി പാലെടുത്ത് ഒഴിക്കും. ഈ പഠിത്തവും ബേക്കിങ്ങും അല്ലാണ്ട് വേറെ എന്തൊക്കെ കലാവിധികളുണ്ട്? വേറെ പ്രത്യേകിച്ച് എനിക്ക് പടം വരയ്ക്കലൊന്നുമില്ല. ഇല്ല, അതൊന്നുമില്ല. പാട്ട് ഇല്ല, എൻ്റെ സൗണ്ട് കേട്ടിട്ട് തോന്നുന്നുണ്ട്. തിളയ്ക്കുന്ന കുറച്ച് നേരം നമ്മളൊന്ന് വെയിറ്റ് ആണ്. ഇതൊന്ന് ചൂടാവുന്ന ടൈമിൽ നമ്മൾ കുറച്ചെടുത്ത് കോഫിയിലേക്ക് ആഡ് ചെയ്യും. അതെ അതെ,
ചെറുതായിട്ടൊന്ന് ചൂടാക്കി കഴിയുമ്പോൾ. അപ്പോൾ എന്തൊക്കെയാ മെയിൻ ആയിട്ടുള്ള കേക്ക്സ്? ഇവിടുത്തെ ഫാസ്റ്റ് മൂവിങ് ഐറ്റം എന്താണ്? റെഡ് വെൽവെറ്റ്, റെഡ് വെൽവെറ്റും ചോക്ലേറ്റും അതാണ് മെയിനായിട്ട് പോകുന്നത്. എങ്ങനെയാ കേക്കിന്റെ റേഞ്ച് എങ്ങനെയാ? എത്ര റേഞ്ച്? ക്രീം കേക്ക്സ് 750 മുതൽ തുടങ്ങും. പിന്നെ നമ്മുടെ പ്ലെയിൻ കേക്ക്സ് ഒക്കെ ആണെങ്കിൽ 500 മുതൽ സ്റ്റാർട്ടാവും. നമ്മുടെ പാല് ചൂടായി ഇപ്പോൾ കോഫി പൗഡറിലേക്ക്. ഇതിപ്പോൾ നമ്മൾ എത്ര ക്വാണ്ടിറ്റി എടുത്തിട്ടുണ്ട്? ഇതിപ്പം 3 ടീസ്പൂൺ. 3 ടീസ്പൂൺ. ഒരു 2 സ്പൂൺ പാല്, 2.5 അങ്ങനെ. ഓക്കെ, അത് സ്റ്റിർ ചെയ്യണോ? അതെ അതെ, ഒന്ന് ജസ്റ്റ് ഒന്ന്. ഇനിയിപ്പോൾ ഇത് തിളച്ച് കഴിയുമ്പോഴേക്കും ഇതിനകത്തേക്ക് ഇത് ഒഴിക്കും. ഓക്കെ, നമ്മളപ്പോൾ പിന്നെ മുന്നേ എന്തിനാ ആഡ് ചെയ്യുന്നത്? എന്തോ ഇതോ? അത് ജസ്റ്റ് നമ്മൾ ഈ കോഫി പൗഡർ ഇതിനേക്ക് ഡയറക്റ്റ് ആയിട്ട് ഇടുമ്പം ലംസ് വരാതിരിക്കാനായിട്ട് നേരത്തെ നമ്മളൊന്ന് സെറ്റ് ആക്കിയിട്ട് വെക്കാം. തിളച്ച് വന്നു, ഇത് മിക്സ് ചെയ്ത് വെച്ച കോഫിയും പാലുമായിട്ട് കുറച്ച് സിമ്മിൽ വെച്ചിരുന്നാൽ മതി. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ പഞ്ചസാര ഇടുക. അത് നമ്മൾ ഗ്രാനുൾസ് ആയിട്ടുള്ളത് തന്നെയാണ്. അതെ, പൗഡർഡ് അല്ല, ആലിഞ്ഞോളും. ഫുള്ളായിട്ട് അങ്ങ് ഇട്ടു. 1 കപ്പ് വെച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? അതെ, 1 കപ്പ്, ഒരു 3/4 കപ്പ്. ഓക്കെ, ഇനി എന്തൊക്കെയാണ് ഫർദർ ട്രൈ ചെയ്യാനുള്ള ഐറ്റംസ്? എന്തൊക്കെയാണ്? നമ്മൾ ബേക്കിങ്ങിലേക്ക് മാത്രമാണ് ഇപ്പം തൽക്കാലം കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. ബാക്കി കുക്കിംഗ് സൈഡ് താല്പര്യമില്ല? കുക്കിംഗ് സൈഡ് നേരത്തെയൊക്കെ ചെയ്യുമായിരുന്നു, ഇപ്പം അങ്ങനെ വലിയ ഇതില്ല. അമ്മ ഉണ്ടാക്കും. അമ്മ കിഡിലായിട്ട് കുക്ക് ചെയ്യും. അമ്മ കിഡിലായിട്ട് കുക്ക് ചെയ്യും. അപ്പം അത് കാരണം അമ്മ കുക്കിംഗ് ചെയ്തോട്ടെ, എനിക്ക് പഠിത്തവും ബേക്കിംഗ് ഒക്കെ ആയിട്ട് ഞാൻ തിരക്കായത് കാരണമല്ലേ. എന്നാലും ഇടയ്ക്കൊക്കെ ചെയ്യും, വല്ലപ്പോഴൊക്കെ. എന്നൊക്കെ ഉണ്ടാക്കുന്നേ? ഞാൻ അങ്ങനെ നാടൻ ഐറ്റംസ് ഒന്നും അങ്ങനെ ഉണ്ടാക്കത്തില്ല. കോണ്ടിനെന്റലാണ് നമ്മളുടെ. ഓക്കെ, ഫ്രണ്ട്സ് ഒക്കെ വരാറുണ്ടോ? വീട്ടിലേക്കൊക്കെ വരാറുണ്ടോ? ഇടയ്ക്കൊക്കെ വരാറുണ്ട്. സെറ്റ് ആയോ അവിടെ? ഇവിടെ ഇനിയിപ്പോൾ നമ്മൾ തിളക്കണ വെയിറ്റ് ചെയ്യണം. ഇല്ല, തിളച്ച ഓൾറെഡി. അപ്പം നമ്മൾ ഇനിയും ജലാറ്റിൻ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചത് ഇതിലേക്ക് ഇപ്പം ഡയറക്റ്റ്ലി ആഡ് ചെയ്യാം. നമ്മൾ ഓഫ് ചെയ്തോ? ഇല്ല, തീ കുറച്ച് വെച്ചേക്കോ. ഓക്കെ, കംപ്ലീറ്റ്ലി ഇടുവല്ലേ? അതെ, കംപ്ലീറ്റ്ലി ഇടും. ഇത് ജസ്റ്റ് ഒന്ന് ഇളക്കി കഴിയുമ്പോൾ നമ്മൾ നമ്മുടെ കാരമലൈസ് ചെയ്തിട്ട് പൊടിച്ച് വെച്ച നട്ട്സ് ഇപ്പം ഓൾമോസ്റ്റ് എല്ലാം ആയിട്ടുണ്ട്. നമുക്ക് ടീ ഓഫ് ചെയ്ത് ഇതിനകത്ത് വെച്ചിരുന്നത് ഒഴിച്ച് വെക്കാം. കഴിഞ്ഞു. നമ്മൾ ഈ ബട്ടർ എടുത്ത് വെച്ചിരിക്കുന്നത് എന്തിനാ? അത് നമ്മൾ സോസ് ഉണ്ടാക്കാനായിട്ട് 3 സാധനങ്ങൾ വേണം. അപ്പോൾ അതിനായിട്ട് ബട്ടർ സോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബട്ടർ വേണം, ഫ്രഷ് ക്രീം വേണം, ഷുഗർ വേണം. ഓക്കെ, ശരി. നമ്മൾ ഈ ബൗളിലേക്ക് ഇപ്പോൾ ഒഴിച്ചു ഇത്രയും ഇൻഗ്രീഡിയൻസ് നമ്മൾ ഒഴിച്ചു. ചൂടോടെ തന്നെ നമ്മൾ സെറ്റ് ചെയ്യാൻ വെക്കും? അല്ല, ഫ്രിഡ്ജിനകത്ത് ഇപ്പം വെക്കത്തില്ല. ഇപ്പം ജസ്റ്റ് ഇതിനകത്ത് ഒഴിച്ച് തണുക്കാനായിട്ട് വെക്കും. ഫ്രിഡ്ജിൽ വെക്കാല്ല, പുറമേ വെക്കാം. അന്നേരം നമുക്ക് സോസ് ഉണ്ടാക്കാം അല്ലേ? അതെ, ശരി. അപ്പോൾ എന്തായാലും ഇതിനെ ഒന്ന് നമ്മൾ മാറ്റി വെച്ചേക്കാം. അപ്പോൾ എന്തായാലും ഇനി നമുക്ക് സോസ് ഉണ്ടാക്കാം. ഓക്കെ, ശരി. അതിനെന്തൊക്കെയാണ് വേണ്ടേ? അതിന് നമ്മൾ ഷുഗർ ആദ്യം കാരമലൈസ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ആദ്യം ഷുഗർ ഇത് ജസ്റ്റ് ഒന്ന് ചൂടായി കഴിയുമ്പോഴേക്കും നമ്മൾ ഷുഗർ ആഡ് ചെയ്യും. വെള്ളത്തിൻ്റെ ആവശ്യമില്ല? വെള്ളം വേണ്ട. ചൂടായിട്ട് മതി അല്ലേ? അതെ, മതി. ഓക്കെ, ഇതും ക്വാണ്ടിറ്റി എങ്ങനെയാണെന്നുള്ളത് പറയണേ. അത് 1/2 കപ്പ് ഷുഗർ എടുക്കും. പിന്നെ അതിന് തന്നെ സെയിം 1/2 കപ്പ് ഫ്രഷ് ക്രീം, പിന്നെ ബട്ടർ ഒരു ടീസ്പൂണോ. നമ്മളിതിപ്പോൾ കൂടുതൽ വെച്ചിട്ടുണ്ട്, കുറച്ച് മതി, കുറച്ചെടുത്താൽ മതി. പാൻ ചൂടായി നമുക്ക് ഷുഗർ ഇടാം. നവ്യക്ക് എന്താണ് സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നതിൽ ഏറ്റവും ഇഷ്ടമുള്ള ഐറ്റം എന്താ? എനിക്ക് റെഡ് വെൽവെറ്റ് കേക്ക് ഇഷ്ടമാണ്. കേക്ക്സ് തന്നെയാണ് ഇഷ്ടം. ചെറുതായിട്ട് വെള്ളം ഇല്ലെങ്കിൽ തന്നെ ഇതായിക്കോളൂ അല്ലേ? അതെ, അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ കാരമലൈസ് ആവും. എത്ര ഓർഡേഴ്സ് ഒക്കെ എടുക്കാറുണ്ട് ഡെയിലി?
ക്രിസ്മസിന്റെ സമയമൊക്കെ ആണെങ്കിൽ ഒരു ദിവസം ഒരു 8 എണ്ണമൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അല്ലാത്ത ദിവസം അതിന് അമ്മ ഹെൽപ്പ് ചെയ്യാറുണ്ടോ? അമ്മ ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഇനി നമ്മൾ ബട്ടറാണ് ഇടുന്നത്. ഓക്കെ, ഇപ്പം ആഡ് ചെയ്യാവോ? ഇപ്പം ആഡ് ചെയ്യാം. നമ്മൾ ഒരു ടീസ്പൂൺ അല്ലേ? ഇവിടെ ഇനി ഇപ്പം നമ്മൾ ഫ്രഷ് ക്രീം ഇടും. നമ്മളൊരു 3/4 കപ്പ് അല്ലേ? അതെ, ഹാഫ് കപ്പ് ആയാലും കുഴപ്പമില്ല. ഇതിനെയാണ് നമ്മൾ ഇനി പുറമേ കൂടെ ഒഴിക്കുന്നത്. എന്നിട്ട് നമ്മൾ ഫ്രീസ് ചെയ്യാനാണോ വെക്കുന്നത്? അല്ല, ഇതിപ്പോൾ വെക്കുന്നില്ല, ഇതിപ്പോൾ ഒഴിക്കുന്നില്ല. ഇതിപ്പോൾ നമ്മൾ തണുത്ത് കഴിയുമ്പം ഫ്രിഡ്ജിൽ ഒരു 5 to 6 hours തണുക്കാൻ വെക്കും, ഫ്രിഡ്ജിൽ തന്നെ. അപ്പം അത് സെറ്റായി കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ സോസ് ഒഴിക്കും. ഓക്കെ, നമ്മളൊരു 5-6 hours വെക്കണം. അപ്പോൾ എന്തായാലും നമ്മൾ ഡെമോയ്ക്ക് ഒരു സംഭവം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിവിടെ റെഡിയാണ്. ഇതെന്തായിരുന്നു നമ്മളുടെ കാരമൽ സോസ് സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിനെ ജസ്റ്റ് ഇതിലേക്ക് ഒഴിക്കുകയുള്ളൂ. നമ്മളൊരു 4 to 6 hours ഒക്കെ വെക്കണമായിരുന്നു അല്ലേ? അത് കാരണമാണ് നമ്മൾ നേരത്തെ ഒരു ഡെമോ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കട്ട് ചെയ്തെടുത്താൽ മതി. അത് പിന്നെ വേണേൽ സെറ്റ് ചെയ്യാൻ വേണമെങ്കിൽ വെക്കാം. ഇത് ജസ്റ്റ് കുറച്ച് ലൂസ് ആണെങ്കിൽ ഒന്ന് സെറ്റ് ചെയ്യാൻ വെച്ചിട്ട് ഫ്രിഡ്ജിൽ തന്നെയാണ് വെക്കാം. ഫ്രിഡ്ജിൽ വെക്കാം. അപ്പം നമ്മൾ മറ്റേ കാരമലൈസ് ചെയ്ത് നേരത്തെ പൊടിച്ച് വെച്ചതിൻ്റെ പൊടിയാത്ത കുറച്ച് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത ഒരു ഫോമാണ്. നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നട്ട്സ്, നമുക്ക് ഏത് നട്ട്സ് ആണെന്നുണ്ടെങ്കിലും. ഓക്കെ, നമ്മൾ നല്ല ഭംഗിക്ക് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി ഒരു 10 മിനിറ്റ് ഒന്ന് ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വെച്ചിട്ട് എടുക്കാം. അപ്പം നമ്മൾ നമ്മുടെ കോഫി കാരമൽ പുഡിങ്ങിനെ ഒരു 10 മിനിറ്റ് സെറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ. ഇനി ടേസ്റ്റ് ചെയ്യാം. സെറ്റ് ആയിട്ടുണ്ട് അല്ലേ? നമ്മളൊന്ന് എടുത്ത് നോക്കിയിട്ടുണ്ട്. അപ്പം ടേസ്റ്റ് ചെയ്യട്ടെ. ഞാനൊരു കുഞ്ഞു പീസ് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ടേസ്റ്റ് ചെയ്ത് പറയാം. എങ്ങനെ ഉണ്ടെന്ന് തോന്നുന്നു? കുഴപ്പമില്ലെന്ന് തോന്നുന്നു. ഇല്ല, കിടിലമായിട്ടുണ്ട്. നല്ല യമ്മി ആയിട്ടുണ്ട് കേട്ടോ. ഭയങ്കര കോഫിയൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. നല്ല സ്വീറ്റ് ആ കോഫീൻ്റെ ഫ്ലേവറും ഒക്കെ എടുത്തിട്ട് അതിനെ നമ്മൾ വായിലിടുമ്പോൾ തന്നെ നല്ല മെൽറ്റായി പോകുന്നത്. ഭയങ്കര ഒരു സുഖമുണ്ട് അത് കഴിച്ചിട്ട്. ശരിക്കും പറഞ്ഞാൽ കിടിലമായിട്ടുണ്ട്. കിടിലമായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മളുടെ നവ്യക്കുട്ടീൻ്റെ കോഫി കാരമൽ പുഡിംഗ് ട്രൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഇൻസ്റ്റാ പേജ് ഉണ്ട്, ബേക്ക് ഐൽ എന്നാണ് പേര്. ബേക്ക് ഐൽ, BAKEISLE. ഓക്കെ, അപ്പം നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ പേജ് ഇൻസ്റ്റയിൽ കിട്ടും. ഓർഡർ ഒരു 1 day പ്രയർ പറഞ്ഞാലും മതി. അപ്പോൾ എന്തായാലും ഡെഫിനറ്റ്ലി ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്യാൻ മടിയുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നേരെ നമ്മുടെ നവ്യക്കുട്ടീനെ കോൺടാക്ട് ചെയ്യുക. ഇല്ലാന്നുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ട് റെസിപ്പി എന്ന് നമ്മളെ അറിയിക്കണം അല്ലേ? അറിയിക്കാനായിട്ട് നമ്മളുടെ ഇൻസ്റ്റാ പേജിൽ പോയാലോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മളെ യൂട്യൂബിലെ വീഡിയോ വരുമ്പോഴത്തേക്ക് അതിനിടയിൽ കമൻറ്റ് ചെയ്താലോ മതി. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച് ഫോർ ദിസ് യമ്മി പുഡിംഗ്. സുഖിച്ചു നന്നായിട്ട് കൊള്ളാട്ടോ, കിടിലായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. നമ്മൾ കുക്കീസ് പോലെ തന്നെ കിടിലമായിട്ട് ഇതുകൊണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും ബാക്കി പോയിട്ട് ടേസ്റ്റ് ചെയ്യട്ടെ എന്നല്ല, ബാക്കി പോയി കഴിച്ച് തീർക്കട്ടെ. അപ്പോൾ എന്തായാലും നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. നവ്യക്കുട്ടി വീണ്ടും ഒരു ഐറ്റം ഉണ്ടാക്കി തരും. അപ്പോൾ നമുക്ക് ആ റെസിപ്പി എന്താണെന്ന് നോക്കാം അല്ലേ? അതുവരെ നമുക്ക് ബൈ.